പിന്നെ സ്ലക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ എവിടെയാണ് വന്നിട്ടുള്ളത്? നമ്മൾ പിന്നെ പ്ലാസയ്ക്ക് ചൈനീസ് മേളയിൽ വന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കട്ടെ. കുറേ മാറ്റങ്ങളൊക്കെ ഇവർ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് കാണാമല്ലോ. നമുക്ക് കയറിയാണ്. ഇത് മൊത്തം മാറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. കണ്ടില്ലേ, പല വെറൈറ്റി ആയിട്ടുള്ള മാറ്റുകളുണ്ട് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ചെരുപ്പുകളാണ് സെക്ഷൻ, കണ്ടില്ലേ. പിന്നെ ഇത് ഫാൻസിൻ്റെയാണ് കേട്ടോ, കണ്ടില്ലേ. പിന്നെ ഇത് നോട്ട്ബുക്കുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ പലതരത്തിലുള്ള കൊട്ടകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കണ്ടോ. പിന്നെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറുമ്പം മാറ്റുകൾ, പിന്നെ കുടകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. റെയിൻ കോട്ടുകൾ, പിന്നെ ഫ്ലവേഴ്സ് അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാഗുകൾ ഒക്കെ ഉണ്ട്. പിന്നെ ഇതുണ്ട് ഫോട്ടോസാണ്. ഓരോരോ മതത്തിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടല്ലേ. പിന്നെ നമ്മളെ വാട്ടർ ബോട്ടിൽസ്, പൗച്ചുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് ചെറുങ്ങനൊരു പർച്ചേസ് ഉണ്ടല്ലേ. ഓക്കെ, അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ഓക്കെ, ഒരു കുടക്കീഴിലെല്ലാം കിട്ടുമെന്ന് പറയുന്നില്ലേ, അത് തന്നെ കേട്ടോ സംഭവം. അപ്പം പിന്നെ കുപ്പികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കർട്ടൻസ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇതേ ബോക്സുകൾ, പെന്ന്, പെൻസിൽ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഏത് കളറിൽ വേണമെന്നുണ്ടോ അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതേ ബെൽറ്റുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തും പൗച്ച് തന്നെയാണ്. വാട്ടർ ബോട്ടിൽ, പിന്നെ ടിഫിൻ ബോക്സ്, അങ്ങനെയൊക്കെ ഉണ്ട്. എടുത്ത കുട്ടികൾക്ക് കൊടുത്തയക്കാൻ കറിയൊക്കെ കുഞ്ഞ് ഇതുണ്ടോ, ഇതുണ്ടോ ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് വാട്ടർ ബോട്ടിലുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ അവര്. പിന്നെ ഒട്ടുമിക്ക സ്റ്റീൽ പാത്രങ്ങളുടെ നല്ലൊരു ശേഖരം ഉണ്ട് ഇവിടെ. മിതമായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏത് വിലയ്ക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ. കണ്ടോ, ചെമ്പുകൾ, അങ്ങനെ ചോറ് വെക്കുന്ന ചെമ്പുകളൊക്കെ ഉണ്ട്. അലൂമിനിയൻ്റെ പാത്രം, എന്തെല്ലോ സാധനങ്ങളുണ്ട്. പിന്നെ പ്ലേറ്റുകൾ, അതാണ് കേട്ടോ ഈ ഒരു സെക്ഷനിൽ. പിന്നെ നമ്മുടെ വാൾപേപ്പറിൻ്റെ ഇത്, അതുപോലെ തന്നെ സ്റ്റൂള്, പിന്നെ ഇൻഡക്ഷൻ കുക്കർ, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, മോപ്പാണിത്, വീട്ടിൽ തുടക്കുന്ന മോപ്പ്. പിന്നെ ഇത് നമ്മൾ കറി വിളമ്പുന്ന സ്പൂണാണ് കേട്ടോ. കണ്ടോ ബ്രഷുകളൊക്കെ. ഇതുണ്ട് ചൂല്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചൂട് പാത്രം അല്ലെങ്കിൽ കാസറോൾ എന്ന് നമ്മൾ പറയും. പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന വർഗ്ഗങ്ങൾ ഇട്ട് വെക്കാൻ പറ്റിയ പലതരത്തിലുള്ള പാട്ടകൾ. പിന്നെ ഇതിനകത്ത് ചെറുപയർ, പിന്നെ ബദാം, അങ്ങനെ കടല, അങ്ങനെ നമുക്ക് എന്തും ആവശ്യമുള്ള എടുത്ത് വെക്കാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാവേ. 403 ഗൈസ് ഈ ഒരു 3 പാത്രത്തിന് കിട്ടുന്നത്. അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന ജഗ്ഗുകളുണ്ട്. പിന്നെ കുറേ ഭരണികളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, മഗ്ഗുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുറേ ബൗള്, അതുപോലെ തന്നെ ഭരണി, പിന്നെ ജഗ്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഗ്ലാസ്സുകൾ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. റേറ്റ് ഉണ്ട് കേട്ടോ. 299 രൂപയാണ് റേറ്റ്. പലതരത്തിലുള്ള ഭരണികളുടെ ബിഗ് ഷോപ്പർ വേണമെങ്കിൽ അതൊക്കെ ഉണ്ട് കേട്ടോ. പച്ചക്കറികളൊക്കെ ഇട്ട് നമ്മൾ കടയിലൊക്കെ പോകുമ്പം എടുക്കുന്നൊരു സംഭവമല്ലേ നമ്മൾ ഈ ഒരു ബിഗ് ഷോപ്പർ. ഞാൻ പറയട്ടെ, ഇതിനകത്ത് ചെറിയുള്ളി, ഇതിനകത്ത് വെളുത്തുള്ളി, ഇതിനകത്ത് ഉള്ളി. ഓക്കെ. പിന്നെ നമ്മളെ നെറ്റാണ് കേട്ടോ. ഇത് എവിടെ ഇരുന്ന് കിണർവല. കിണർവലയാണ് കേട്ടോ. ഇത് ഇവിടെ വെണ്ടക്ക അക്ഷരത്തിൽ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട് കിണർവല എന്ന്. ഓക്കെ. പിന്നെ ഇപ്പുറത്ത് എന്താണ്, കട്ടിംഗ് ബോർഡാണ് കേട്ടോ. കട്ടിംഗ് ബോർഡ്, പിന്നെ നമ്മുടെ കത്തി, അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പാട്ടുകൾ, ആങ്കറുകളുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കാൻ പറ്റിയ ഈ കുപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലായിടത്തും നോക്കിയാൽ പ്ലേറ്റുകളാണല്ലോ അധികം ഉള്ളത്. പിന്നെ ചെറിയ ചെറിയ ഭരണികളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, നല്ല കറുപ്പ് കുപ്പിയാട്ടോ. വീണ പൊട്ടിപ്പോവും. അപ്പോൾ ഉമ്മ വീപ്പിച്ച് കഴിഞ്ഞാൽ ഉമ്മ ടൈമിൽ നല്ല വെളുക്കം കിട്ടും അല്ലേ അമ്മ? അതെ.
ഭംഗിയല്ലേ. പിന്നെ മുകളിൽ ഇതുപോലെ ബാത്റൂമെല്ലാം കഴുകുന്ന ബ്രഷുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ആണല്ലേ, ഇത് ചിലർ നമ്മളെ ജ്വല്ലറീസൊക്കെ ഇട്ട് വെക്കും, അല്ലെങ്കിൽ മറ്റ് ചിലർ ഇതിൻ്റെ അകത്ത് മീൻ മസാല പുരട്ടിയൊക്കെ വെച്ച് അങ്ങ് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെക്കും കേട്ടോ, അല്ലേ? പക്ഷെ നമ്മളിതുവരെ എടുത്ത് വെച്ചിട്ടില്ല. ആ ഡ്രസ്സുകൾ ഒക്കെ വരയ്ക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ യൂണിഫോമൊക്കെ വരയ്ക്കാനാണ് കേട്ടോ ബ്രഷ് ഉപയോഗിക്കൽ. കണ്ടില്ലേ, കണ്ടോ? ഇതിനൊക്കെ റേറ്റ് വരുന്നത് 45 രൂപ. അതിൻ്റെ പല മോഡൽ. പിന്നെ നമ്മളെ പാത്രം കഴുകുന്ന സ്പോഞ്ച്, നമ്മളെ കുച്ചി ഇതാ സ്പോഞ്ച്. ഇത് ഇതാ, ഇത് സ്പോഞ്ച്, അത് കുച്ചി. സ്ക്രബ്ബർ. ഓരോരുത്തരും ഓരോ വാക്കുകളായിരിക്കും പറയുന്നത്. ഇതെന്താണ്? ചരവുകള് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്യാസിൻ്റെ ബർണർ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. കയ്യൊറ കണ്ടില്ലേ? കയ്യൊറയല്ല, വിരളൊറ. വിരളൊറ. ഇതാണ് കയ്യൊറ. കണ്ടോ? അരിപ്പകള്, ചീർപ്പ്. സാധനങ്ങളൊന്നുമില്ല കേട്ടോ, ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ട്. ഫ്രിഡ്ജ്, മിക്സി, മെഷീനും ഇല്ല. പിന്നെ നമ്മളെ അങ്ങനത്തെ ഒന്നുമില്ല. കക്കിരിയുടെ തൊലി കളയുന്ന ഒരു സാധനമാണിത്. ഇതിനെന്തോ ശരിക്കും പറയല്? പീലർ. മഴ വെട്ടേണ്ട കയറ് വരെ. പിന്നെ നമ്മുടെ കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ കാറ്റിന് തുണി വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇറുക്കിയാണ് കേട്ടോ. നമ്മൾ ഇറുക്കിന്ന് പറയേ. അപ്പം അതന്നെ എന്തുമ്മാ ക്ലിപ്പ്. അപ്പം ഈ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഈ ഒരു ചൈനീസ് മേളം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് സാധനമൊക്കെ മേടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി അടിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.